നബിയെ സത്യമായി പുലർന്നിട്ടില്ലയോ? പിന്നെ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ കൂടെ വരുന്നുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. നിസാഉൻ കാസിയാതുൻ ആരിയാത്ത്, ശരീരത്തിലെ അവയവങ്ങൾ തുടുത്ത് കാണിപ്പിക്കുന്ന വിധം വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണുങ്ങൾ, തുലിനിറം കാണുന്ന വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ, ശരീരം മുഴുവനായി മറക്കാത്ത പെണ്ണുങ്ങൾ, പുരുഷന്മാരെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന വിധം വസ്ത്രധാരണം ചെയ്യുന്നവർ, അത്തരം പെണ്ണുങ്ങളും എൻ്റെ ഉമ്മത്തിൽ ഞാൻ കണ്ടില്ല. എന്നാൽ മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരിൽ അവർ വരും. വേഷവിധാനങ്ങൾ, ടൈറ്റ് ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഹോർമോൺ പ്രവർത്തനങ്ങൾ, മനുഷ്യരാണ്, തിന്മകളെക്കുറിച്ചുള്ള ചിന്തകൾ വരും. നിങ്ങളങ്ങനെ നടക്കരുതേ എന്ന് പുണ്യനബി പറയാം പെണ്ണുങ്ങളോട്. കണ്ണ് ചിമ്മണേ എന്ന് ആണുങ്ങളോട്. ഇത് രണ്ടും ഇവിടെ നടന്നാലിവിടെ ഒരു കിഡ്നാപ്പ് ഉണ്ടാവില്ല, ഒരു റേപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ തിന്മ വേണമെന്ന് വിചാരിച്ച് നടന്നവൻ എന്ത് ചെയ്യും? ആരിയാത്ത്, നഗ്നകളായ പെണ്ണുങ്ങളെ കാണാൻ കഴിയും. എന്താ ഇന്നർ വെയറിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണിക്കുന്ന നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന വലിയ വലിയ പരസ്യ ഫലങ്ങൾ, പൂത്തുപോലെ വളർന്ന പെണ്ണും ആണും ഒക്കെയാണ് ട്രൗസറും ഷെഡിട്ട് നിൽക്കുന്നത് പോസ്റ്റിൽ ഫ്രെയിം ചെയ്തിട്ട്. എന്നിട്ട് അതിന് കാശ് വാങ്ങുക, പരസ്യത്തിൽ നിന്ന് കൊടുക്കുക. എന്നിട്ട് പോകുന്ന ബൈക്കുകാരും ബസ്സുകാരൊക്കെ ഇങ്ങനെ നോക്കി പോവുക. സുബ്ഹാനല്ലാഹ്. ഒരു ബെഡ്റൂമിൽ പോലും ഭർത്താവിൻ്റെ കൂടെ സ്വകാര്യതയിൽ പോലും ഒരു പെണ്ണ് മടിക്കുന്ന വേഷം പരസ്യ ഫലകങ്ങളിൽ, നമ്മുടെ TV ചാനലുകളുടെ പരസ്യങ്ങളിൽ, ഫിൽമുകളിൽ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടില്ല നബി തങ്ങൾ പറയാം. പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയും വസ്ത്രമിടാതെ നടക്കുന്ന പെണ്ണുങ്ങൾ. മായിലാത്തുൻ മുമീലാത്ത്, പുരുഷന്മാരോട് ഇങ്ങോട്ട് കൊഞ്ചിക്കുഴയുന്ന പെണ്ണുങ്ങൾ. മുമീലാത്ത്, തന്നെ ആരെങ്കിലും ഒന്ന് നോക്കണേ, എന്നെ ആരെങ്കിലും ഒന്ന് പ്രേമിക്കണേ എന്ന് യാചിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം നിങ്ങളുടെ നാണമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ആഭരണം നിങ്ങളുടെ ലജ്ജയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ ചാരിത്രശുദ്ധിയാണ്. അത് കളഞ്ഞു തീരുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ എൻ്റെ അഭിമാനം പിച്ച് ചീന്തി കളഞ്ഞല്ലോ, എന്നെ അവൻ പിച്ച് ചീന്തിയല്ലോ. പിന്നെ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. മായിലാത്തുൻ മുമീലാത്ത് റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവരുടെ തലമുടി മേലോട്ട് കെട്ടിവെച്ച്, ഇപ്പം മഫ്തക ധരിച്ചിട്ടുണ്ട്, സ്കാർഫ് ഉണ്ട്, പക്ഷെ മുടി മേലോട്ട് ഇങ്ങനെ കുടുമയായി വെക്കും മേലെ. എന്നിട്ട് ഒട്ടകം നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? പൂഞ്ഞയുള്ള ഒട്ടകം. ആ ഒട്ടകത്തിന്റെ പൂഞ്ഞ അത് നടക്കുമ്പോൾ ചെരിയുന്ന പോലെ, ആടുന്ന പോലെ, ഹൈ ഹീല് ചെരുപ്പിട്ട് നടന്നാൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ ഒരു ചെരുപ്പ് പോലും കണ്ടിട്ടില്ലാത്ത പുണ്യനബി തങ്ങൾ പറയുന്നത് എന്നോർക്കണം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസാണിത്. തലമുടി